ജോസ് കെ മാണിയുടെ മകനും കെ എം മാണിയുടെ കൊച്ചുമകനുമായ കുഞ്ഞുമാണി എന്നറിയപ്പെടുന്ന കെ എം മാണി ജൂനിയറിന്റെ രാഷ്ട്രീയ പ്രവേശത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചൂടുള്ള ചർച്ച. KSCയുടെ സംസ്ഥാന അധ്യക്ഷൻ ബ്രൈറ്റ് വട്ടനിരപ്പിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഇത്തരം ചർച്ചകൾ ഇപ്പോൾ സജീവമാകുന്നതിന് കാരണം. KSC എം സംസ്ഥാന പഠന ക്യാമ്പിൽ കുഞ്ഞുമാണിക്കൊപ്പം എന്ന അടിക്കുറിപ്പോടെ കെ എം മാണിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ കെ എം മാണി ജൂനിയറും ബ്രൈറ്റും നിൽക്കുന്ന ഒരു ചിത്രമാണ് ബ്രൈറ്റ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മക്കൾ രാഷ്ട്രീയം ഒരു പുതുമയല്ല. കേരള കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കളായ കെ എം ജോർജിന്റെയും കെ എം മാണിയുടെയും PJ ജോസഫിന്റെയും R ബാലകൃഷ്ണപിള്ളയുടെയും പിന്നീട് നേതൃനിരയിലേക്ക് എത്തിയ TM ജേക്കബിന്റെയും PC ജോർജിന്റെയും എല്ലാം മക്കൾ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ സജീവ ഭാഗമാക്കുകയാണ്. കെ എം ജോർജിന്റെയും കെ എം മാണിയുടെയും മക്കൾ MP മാരാണ് എങ്കിൽ R ബാലകൃഷ്ണപിള്ളയുടെയും TM ജേക്കബിന്റെയും മക്കൾ 3ഉം 4ഉം ടേമുകളിലായി MLA മാരാണ്. ഇരുവരും മന്ത്രി പദവി അലങ്കരിച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാർ നിലവിലെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയാണ്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ BJP നേതൃത്വത്തിന്റെ സജീവ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. PJ ജോസഫിന്റെ മകന്റെ കാര്യത്തിലേക്ക് വന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ സജീവ സാന്നിധ്യമായ ഇദ്ദേഹത്തിന്റെ ഔപചാരികമായ പാർലമെന്ററി രംഗത്തേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കുഞ്ഞുമാണിയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗതുകകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ നേതാക്കളുടെ 3ാം തലമുറയിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കുഞ്ഞുമാണിയുടെ ഔപചാരിക പേര് തന്നെ കെ എം മാണി എന്നാണ്. കെ എം മാണി ജൂനിയർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നിലവിൽ ബിരുദ പഠനവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലാണെങ്കിലും പഠനം അവസാന വർഷത്തിലാണ്. പഠനം പൂർത്തിയാക്കി ഉടനടി തന്നെ അദ്ദേഹം പാലായിലേക്ക് തിരികെ എത്തുമെന്നും സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്നുമാണ് നിരവധി കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇത് ശരിയാകുമോ തെറ്റാകുമോ? പാർലമെന്ററി രംഗത്തേക്കാണോ നേരിട്ട് കടന്നുവരവുണ്ടാകുക, അതോ അദ്ദേഹം യൂത്ത് ഫ്രണ്ടിന്റെയോ KSCയുടെയോ നേതൃനിരയിലൂടെയായിരിക്കുമോ രാഷ്ട്രീയ പ്രവേശനം നടത്തുക എന്നുള്ള ചിന്തകളെല്ലാം നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.